പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത് മൂലമുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ഇന്നു മുതൽ വണ്ടൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസും അറിയിച്ചു. മഴയും സൗന്ദര്യവൽക്കരണവും ഒരുമിച്ചെത്തിയതോടെ വണ്ടൂരിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. പലപ്പോഴും മണിക്കൂറുകളാണ് കുരുക്ക് നീളുന്നത്. പാണ്ടിക്കാട് റോഡിൽ ചെട്ടിയാറമ്മൽ വരെയും കാളികാവ് റോഡിൽ കുറ്റിയിൽ വരെയും നിലമ്പൂർ റോഡിൽ അമ്പലപ്പടി വരെയുമെല്ലാം പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. സെൻട്രൽ ജംഗ്ഷനിൽ ഒരു ഭാഗം അടച്ചുള്ള പ്രവൃത്തികൾക്കൊപ്പം നിലമ്പൂർ പാണ്ടിക്കാട് റോഡുകളിലെ ഒരേ സമയം പ്രവൃത്തി നടത്തുന്നതാണ് കുരുക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ ബസ് ജീവനക്കാരും കച്ചവടക്കാരും വിദ്യാർത്ഥികളുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തര യോഗം വിളിച്ച് താൽക്കാലിക പരിഹാരത്തിന് വഴി തേടിയത്. കൂരിക്കുണ്ട് ബൈപ്പാസ് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ ഇന്നു മുതൽ വൺ വേ ആക്കും. വാണിയമ്പലം റോഡ് ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ വാഹനങ്ങളും സിയന്ന ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകണം. കാളികാവ് പാണ്ടിക്കാട് ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മണലിമ്മൽ സ്റ്റാൻഡിലൂടെ മാർക്കറ്റ് റോഡ് വഴി കടന്നു പോകണം. നിലമ്പൂർ റോഡിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അമ്പലപ്പടി ബൈപ്പാസിലൂടെ തിരിഞ്ഞു പോകണം. താൽക്കാലികമായുള്ള ഈ നിയന്ത്രണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വണ്ടൂര് കൂരിക്കുണ്ട് മുതൽ വണ്ടൂർ ടൗണ് വരെ വൺ വേ ആക്കിയേക്കാണ്. അവിടുന്ന് എല്ലാ വണ്ടികളും മഞ്ചേരിക്ക് വേണ്ട എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വന്ന് മണൽമൽ ബസ് സ്റ്റാൻഡ് വഴി മാർക്കറ്റ് റോഡ് പോകണമെന്നാണ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടൂർ ട്രാഫിക്കിൽ അത്രയും ബ്ലോക്ക് ആയതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാളികാവുന്ന് വരുന്ന എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വണ്ടൂർ ടൗണിലേക്ക് വരാനേ പാടുള്ളൂ. വണ്ടൂരിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ആംബുലൻസുകളും മറ്റുള്ള എല്ലാം പോകുന്ന വലിയ റോഡായതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഈ പണി കഴിഞ്ഞത് വരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് റോഡ് വൺ വേ ആണ്. ഒരു വണ്ടിയും അങ്ങോട്ട് പോകാൻ പാടില്ല. ശക്തമായ നടപടി പോലീസുകാർ എടുക്കും. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിന സിയാദ്, ഷാവുൽ ഹമീദ്, നിഷ മാധവൻ, CT ചെറി, വണ്ടൂർ SI ജയകൃഷ്ണൻ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജസീം, ബസ് ഓണേഴ്സ് പ്രതിനിധികളായ UKB സച്ചിദാനന്ദൻ, മുനൂർ പൊത്തങ്ങോടൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികളായ ഷിഹാബ് അലൈവ്, മുജീബ് അലിസൺ, വ്യാപാരി സമിതി പ്രതിനിധികളായ അഫ്സൽ സീരത്ത്, സുഭീഷ്, ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധി ഉമ്മർ ഹാജി, ട്രോമ കെയർ അംഗങ്ങളായ അഷ്റഫ്, കോയ എന്നിവർ പങ്കെടുത്തു. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.